குழலூதும் கண்ணனு குயில் பாடும் பாட்டு கேட்குதா குக்கு 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 என் குரலோடு வச்சவங்க குழலோச போட்டி போடுதா குக்கு இளையோட தலையாட்டும் பாடு இளையோட பூக்காய் தலையாட்டும் பாடு பாடு குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேட்குதா ടീച്ചറിന്റെ പാട്ട് ഇവിടെയുള്ള എല്ലാവരും എൻജോയ് ചെയ്യാണ്. അതായത് ഭക്ഷണം പോലും കഴിക്കാതെ മാറി നിന്ന് എല്ലാവരും ഇത് കാണുകയാണ്. അപ്പൊ ശരിക്കും ഇവിടെയുള്ള ഇത്രയും പേര് ഇത്രയും എന്താണ് പറയുന്നത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടാകും. അതിന് തീർച്ചയാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. ടീച്ചർ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കണം. ഇപ്പൊ നമ്മൾ ടീച്ചർ പല കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, നാട്ടിലും 1-2 സ്കൂളുകളിൽ പഠിപ്പിച്ചു, ഇവിടെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഉപദേശം കുട്ടികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ പേരൻസിന് തീരെ കൊച്ചു കുട്ടികളും 3 വയസ്സ് തൊട്ടുള്ള കുട്ടികളും പഠിക്കാൻ വരുന്നുണ്ട്, അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു എന്താണ് ഒരു ടിപ്പ് പഠിക്കാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ? ഉപദേശം എന്ന് പറഞ്ഞാല് എല്ലാവരും പാട്ട് സംഗീതം എന്ന് പറഞ്ഞാൽ എങ്ങും എത്താതെ എത്ര പഠിച്ചാലും നമ്മൾ എങ്ങും എത്താതെയാണ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്ത് ചില പേരൻസ് പറയാറുണ്ട് എനിക്ക് പഠിക്കാൻ വരുമ്പോഴേ എനിക്ക് നാളെ മോളെ കൊണ്ട് ലൈറ്റ് മ്യൂസിക് പഠിപ്പിക്കണം കേട്ടോ. അതൊന്നും നടക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മൾട്ടി ടാലന്റഡ് സ്റ്റുഡൻസ് ആയിരിക്കണം. അപ്പം നമ്മൾ ബേസിക്സ് എന്ന് പഠിച്ചാലും നമുക്ക് ആ ബേസിക്സ് ഇരുന്നാല് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ സ്വരങ്ങൾ പാടി പഠിക്കും. എപ്പോഴും നിങ്ങൾ പാട്ട് പാടി അതെല്ലാം നമുക്ക് വേറെ ഒരു കാര്യം, പക്ഷെ നിങ്ങൾ സ്വരങ്ങൾ ഫസ്റ്റ് സ്വരങ്ങൾ എപ്പം നമ്മൾക്ക് അത് എന്താ പറയുന്ന ഒരു ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ ക്ലിയർ ആയാൽ നമുക്ക് മേലോട്ട് കെട്ടിപ്പൊക്കുന്നതിനോട് യാതൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഫൗണ്ടേഷൻ ഫസ്റ്റ് ക്ലിയർ ആക്കുക, സ്വരങ്ങൾ പാടി പഠിക്കുക, പ്രാക്ടീസ് കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഡ്യൂട്ടി, പക്ഷെ പഠിക്കുന്നത് അവരുടെ ഡ്യൂട്ടി. അപ്പോൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറയാന്ന് വെച്ചാൽ ഇപ്പം ഇവിടുത്തെ രീതികളാകുമ്പോൾ പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ പോകും. അപ്പോൾ രാവിലെ ഒന്നും പ്രാക്ടീസ് ഞാൻ പറയുന്നില്ല രാവിലെ പ്രാക്ടീസ് ചെയ്യണം, വൈകിട്ടായാലും കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പറ്റുന്ന സമയം ഒരു 10-15 മിനിറ്റ് എന്തായാലും നമ്മൾ കളിക്കുന്ന സമയം ഒന്ന് മാറ്റി വെച്ചാൽ പഠിക്കാതെ നമ്മള് വിചാരിക്കുക ഇത് എന്നും എനിക്ക് വേണ്ടുന്നതാണെന്ന് ഉള്ള രീതിയിൽ പഠിക്കുക. അതൊക്കെയാണ് എനിക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ശരിക്കും അത് ശരിയാണ്. പലപ്പോഴും പലരും മത്സരത്തിന് വേണ്ടിയൊക്കെ പഠിക്കുന്നു, ഒരു 2 ദിവസത്തേക്കാണ് നാളെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അപ്പൊ അവർക്ക് എന്താണ് എന്റെ ബേസിക്സ് എന്ന് അറിയില്ലല്ലോ. അപ്പൊ എന്താണ് ഇപ്പൊ ഒരു പാട്ടിൽ തന്നെ നമ്മൾ ഒരു രാഗം കാണും, ഒരു രാഗം ബേസ്ഡ് പല ചില ഇപ്പം രാഗങ്ങൾ മിക്സ് ചെയ്ത് പാടാറുണ്ട്, പക്ഷെ ഓരോന്നിനും എന്തായാലും സ്വരസ്ഥാനം ഇല്ലാതെ ഒരു പാട്ട് വരില്ല. അപ്പം അതൊന്നും നമ്മളെല്ലാം സ്വരസ്ഥാനം മനസ്സിലാക്കുന്നില്ല എങ്കിലും നമ്മൾ പാടുന്നത് നമ്മൾ സ്വരം കറക്റ്റ് ആയാൽ ബാക്കിയുള്ളത് ശരിയാണ് എന്റെ ഒരു തീർച്ചയായിട്ടും. അപ്പം എന്തായാലും നമുക്കൊരു പാട്ടോട് കൂടി തന്നെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഏതായാലും ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പാടി തന്നതല്ല, അതായത് ഈ ഒരു അരമണിക്കൂർ കൂടുതൽ നമ്മൾ പാട്ട് പാടി, പല ഭാഷകളിലുള്ള പാട്ട് പാടി, നമ്മൾ കീർത്തനം കേട്ടു, രാഗങ്ങൾ കേട്ടു, അപ്പം അതൊക്കെ കേട്ടു നമ്മൾ. അപ്പം അതൊക്കെ പാടി തന്നെ താങ്ക് യു സോ മച്ച്. ഇനി ഇത് കൂടാതെ നമുക്കൊരു 4 വരിയോട് കൂടി തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഏതാണ്? ഹിന്ദി വേണോ? കാർമുകിൽ. ഓക്കെ, ആ ഒരു ഗാനത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു ഗാനത്തോടു കൂടി ഞാൻ വിട വാങ്ങുകയാണ്. നാളെ മറ്റൊരു അതിഥിയുമായി കാണാം. പാട്ടിലേക്ക് പോകാം. ഒരു 4 വരി. കാർമുകിൽ വന്നന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വന്നന്നെ ചുണ്ടിൽ